ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജസ്നാസ് കറി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പച്ചക്കുരുമുളക് ചേർത്തിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക. പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മൾ 1/2 കിലോ ചിക്കനാണ് എടുത്തത്. സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. ഇനി അതിലേക്കുള്ള മസാല നമുക്ക് അരച്ചെടുക്കാം. അതിനായി പച്ചക്കുരുമുളക് എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 10-11 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പുതിനയില കുറച്ച്, ഒരു കൈപ്പിടി നിറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 6 കാന്താരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ചതച്ചെടുക്കാം. പച്ചക്കുരുമുളക് കൂടുതൽ ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുത്താൽ മതി. എരിവിന് ആവശ്യത്തിലുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. തൈരുള്ളവർ തൈര് ചേർത്ത് കൊടുത്താൽ മതി. തൈരില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കല്ലുപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കത് ചിക്കനിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ തേച്ച് പിടിപ്പിക്കാം. നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ 1/2 മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി നമ്മൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ചട്ടിയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഉള്ളവർ വെളിച്ചെണ്ണ തന്നെ എടുത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. അതില്ലാത്തവർ ഓയിൽ ചേർത്താൽ മതി. ഇപ്പോൾ ചിക്കൻ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗം ഒരുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള 2 പീസ് കൂടി വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഉൾവശം വെന്ത് വരില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളെ പച്ചക്കുരുമുളക് ചേർത്ത ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതുപോലെ തന്നെ ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലായി അറിയിക്കുകയും വേണം. നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം.